ഹലോ ഗൈസ്, മോട്ടോ ഗൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഹിമാലയനായിട്ട് ഇറങ്ങിയേക്കുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരുപാട് നാൾ കാത്തിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഓൾറെഡി ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തു, പക്ഷേ എന്നാലും കുറേ ആൾക്കാർക്ക് ഇത് ഇപ്പോഴും ആവശ്യമുണ്ട്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മളിന്ന് വണ്ടിയുടെ ക്രാഷ് ഗാർഡ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കറിയാം, ഇപ്പം ഓൾറെഡി ഇപ്പോൾ ഒരുപാട് ക്രാഷ് ഗാർഡ് ഇപ്പോൾ മാർക്കറ്റിലുണ്ട് ഹിമാലയൻ്റെ. പക്ഷേ അതിനെല്ലാം വെല്ലുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതിനേക്കാളും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയൊരു ക്രാഷ് ഗാർഡാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ ഓഫ് റോഡ് കിങ് എന്നൊക്കെ പറയാം. ഹിമാലയൻ വെച്ച് ഓഫ് റോഡ് ചെയ്യുന്ന നമ്മുടെ ആൽഫി ജെയിംസും നമ്മുടെ RJ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ക്രാഷ് ഗാർഡാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് JB റേസിങ്ങിൻ്റെ ക്രാഷ് ഗാർഡാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ക്ലിക്കാകാൻ ചാൻസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ നമ്മളിത് സാധനം വരുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രാഷ് ഗാർഡ് വരുന്നത്. ഇതിന് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും 2000 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് അവരുടെ വീഡിയോ തന്നെ കണ്ടാൽ മതിയാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ ഇത് അൺബോക്സ് ചെയ്യാം, നേരെ നമുക്ക് ഫിറ്റ് ചെയ്യാം. എൻഡ്യൂറോ ക്രാഷ് ഗാർഡ് എന്നാണ് ഈ ക്രാഷ് ഗാർഡ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ആൾക്കാർ ഉപയോഗിക്കുന്നത് എൻഡ്യൂറോ ഒക്കെയാണ്. നീണ്ട പരിശ്രമത്തിനിടെ നമ്മളിതെല്ലാം ഇതിൻ്റെ കവറിങ് ഒക്കെ നമ്മൾ ഊരിയെടുത്തേക്കാണ്. ഇതാണ് കവറിങ് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാഷ് ഗാർഡ് വരുന്നത്. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വെക്കുന്ന 2 പീസ്, പിന്നെ അതിൻ്റെ അകത്ത് കൊടുക്കുന്ന 2 കണക്ഷൻസും, പിന്നെ അതിൻ്റെ 2-3 ബോൾട്ടുമാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വണ്ടി ഇരിക്കുന്നത് നമുക്കിനി ഊരിയെടുത്തിട്ട് ഇത് നേരെ അങ്ങോട്ട് ഫിക്സ് ചെയ്യാം. നമുക്ക് പഴയ ക്രാഷ് ഗാർഡ് നമുക്ക് ഊരിയെടുക്കാം. പഴയ ക്രാഷ് ഗാർഡിൻ്റെ കോലം ഭയങ്കര ശോകമായി. കാരണം നമ്മൾ ഇത് വെച്ച് 2 പ്രാവശ്യം ഉറുമ്പിക്കരയ്ക്ക് പോയി കുറേ ഓഫ് റോഡൊക്കെ അടിച്ചാണ്. അപ്പോൾ എന്തായാലും ഇത് മാറണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഈ സാധനം കിട്ടിയില്ലായിരുന്നു ഇതുവരെ. കുറേ അന്വേഷിച്ചിട്ടാണ് നമുക്ക് ഈ സാധനം കിട്ടിയത്. അപ്പോൾ നേരെ നമുക്കിത് ഊരിയെടുക്കാം. ഒരു സൈഡിലെ ക്രാഷ് ഗാർഡ് നമ്മൾ ഊരെടുത്തു. ഇതിനൊട്ടും വെയിറ്റില്ല കേട്ടോ, ഒരു തരി പോലും വെയിറ്റില്ല ഈ സാധനത്തിന്. ഇത് അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അത് യൂസ്ലെസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഈ വണ്ടിക്ക് താങ്ങി വയ്ക്കാനുള്ള ശേഷിയൊന്നും ഈ ക്രാഷ് ഗാർഡിനില്ല. രണ്ട് ക്രാഷ് ഗാർഡും അങ്ങനെ ഊരിയെടുത്തു. ഇതാണ് നമ്മുടെ പഴയ ക്രാഷ് ഗാർഡ്. ഇത് നമ്മൾ പുതിയ ക്രാഷ് ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. ക്രാഷ് ഗാർഡ് ഇല്ലാത്ത ലുക്കാട്ടോ വണ്ടി. പുതിയ ക്രാഷ് ഗാർഡും പഴയ ക്രാഷ് ഗാർഡും ഇപ്പോൾ വെച്ചേക്കുന്നൊരു ഫോട്ടോ ആണിത്. അതിന് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാമല്ലോ. നമുക്ക് അത്രയും ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ക്രാഷ് ഗാർഡ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെയാണ് ക്രാഷ് ഗാർഡ് വരുന്നത്. ഇവിടെ 3 കണക്ഷൻ വരുന്നത്. ഇവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ക്രാഷ് ഗാർഡ് വെക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഈ ക്യാപ്പാട്ടോ ഊരുണ്ടായി. ഈ ക്യാപ്പ് നമ്മൾ ഊരെടുക്കുമ്പോഴത്തേനും കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഈ ക്യാപ്പ് ഊരെടുക്കുമ്പോൾ ഫുള്ള് ഹോളാണ്. നിങ്ങൾക്ക് കാണാം, അപ്പുറത്തെ ഒരു ഹോളാണ്. അവിടെ ഇവിടുന്ന് അങ്ങോട്ടൊരു കണക്ഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ കൂടെ ഊരിയിട്ട് ആ ഹോൾ കാണിച്ചു തരാം. കുത്താൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടോ, നിങ്ങൾ കണ്ടല്ലോ, അപ്പുറത്തോട്ട് നേരെ ഹോള് പോയേക്കാണ്. അപ്പം ഈ റാഡില്ലേ, ഈ ഏറ്റവും നമുക്ക് തന്നേക്കുന്നതിൽ ഏറ്റവും വലിയ റാഡ് എടുത്തിട്ട് ഇതിലെ നമ്മൾ നേരെ അങ്ങോട്ട് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിവിടെ ത്രെഡുമായി ആ ഹോളിൻ്റെ അകത്ത് ഈ പീസ് ടൈറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ക്രാഷ് ഗാർഡ് വെച്ചിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതെന്നുള്ളത് അത് ഇവിടെ കയറ്റാനുള്ളതാണ്. ഇവിടെ വരും. നമുക്ക് ഈ ക്യാപ്പും കൂടെ അയക്കേണ്ടതുണ്ട്. അപ്പം ആ ക്യാപ്പ് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ വെക്കണം. കണ്ട, ഫുള്ള് ഹോളിൻ്റെ കളിയാണ്. അപ്പം ഈ സാധനം ഈ റോഡ്, ചെറിയ റോഡ്, അതിൽ ഇങ്ങോട്ട് നേരെ കയറ്റി വിടും.
എന്നിട്ട് ബാക്കി ഇവിടെയാണ് കണക്ഷൻ വരുന്നത്. അപ്പം വണ്ടിയുടെ ബോഡിയിൽ വണ്ടിയുടെ ചേസിൽ തന്നെയാണ് 3 കണക്ഷനും വരുന്നത്. നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയാണ്, ഈ വണ്ടിയുടെ എൻജിൻ പിടിപ്പിച്ചേക്കുന്ന ഒരു ഹോളിലാണ് ആ ക്രാഷ് കാർഡ് വരുന്നത്. ഇവിടെ മാത്രമേ അതിന് ഹോളുള്ളൂ. അപ്പോൾ ഇത് ഇവിടെയും ചേസിൻ്റെ ഇവിടെയും പേസിൻ്റെ ഇവിടെയാണ് ചാസിയുടെ ഇവിടെയാണ് 3 കണക്ഷൻ വരുന്നത്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളൂ, എൻജിൻ പക്ക പെർഫെക്റ്റ് ആയിട്ടിരുന്നോളൂ. പിന്നെ ഇത് നമുക്ക് വന്നേക്കുന്നത് 2 പീസ് ക്ലാമ്പാണ്. ഇതെവിടെ വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഇച്ചിരി എക്സ്റ്റൻഷൻ എടുത്തിട്ടാണ് നമ്മൾ ക്രാഷ് കാർഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇതിൻ്റെ അപ്പുറത്തും ഈ സെയിം പീസ് ഇങ്ങനെ വെച്ച് ബോൾട്ട് ചെയ്യുക. ജസ്റ്റ് ഇത് ടൈറ്റ് ചെയ്യുക, ഈ ക്ലാമ്പ് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്രാഷ് കാർഡ് വെക്കുന്നതനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് ഫുൾ ടൈറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ അപ്പോൾ അപ്പുറത്തും വെക്കാം. അതിൻ്റെ ഈ റാഡ് ജസ്റ്റിനകത്തോട്ട് എല്ലാത്തിൻ്റെ ജസ്റ്റ് കുറച്ച് കയറ്റി വെക്കുക. അതുപോലെ തന്നെ അപ്പുറത്തേക്ക് വലിയ റാഡ് കൂടിയിട്ട് അപ്പുറത്തും കൂടെ ജസ്റ്റ് ഈ റാഡ് കയറ്റി വെച്ച ശേഷം നമ്മൾ നൈസായിട്ട് ആ ഹോളിൽ 2 ഹോളിലും കൂടെ നൈസായിട്ട് കയറ്റി വിടുക. കുറച്ച് മാത്രമേ നോക്കാവുള്ളൂ കേട്ടോ. നൈസായിട്ട് കയറ്റി വെക്കുക. എന്നിട്ട് എല്ലാ അലൈൻമെൻറ്റും കറക്റ്റാക്കി വെച്ചിട്ട് ഇവിടുത്തെ എല്ലാ നട്ടും ജസ്റ്റ് ഫുള്ള് മുറുക്കണ്ട, കുറച്ച് മുറുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേ സെയിം അപ്പുറത്ത് തന്നെ ചെയ്യുക. വലിയ ബോൾട്ട് നമുക്ക് ഇവിടെ ഇടാനുള്ളതാണ്, ചെറിയ 2 അപ്പുറത്തും. അപ്പോൾ വലിയത് ഇങ്ങനെ നൈസായിട്ട് കയറ്റുക, നേരെ ജസ്റ്റ് ഒന്ന് മുറുക്കുക. അതിനപ്പുറത്തും ക്രാഷ് കാർഡിൻ്റെ ഇപ്പോൾ ഏകദേശം എല്ലാ നട്ടും ടൈറ്റ് ചെയ്തു. എന്നിട്ട് നമുക്കിത് ഇവിടുത്തെ ക്യാപ്പൊക്കെ നമുക്ക് തിരിച്ചിടാം. ജസ്റ്റ് ക്യാപ്പ് ചെയ്താൽ അടിക്കുക. ക്യാപ്പൊക്കെ കയറ്റി ഇവിടെ ഇടാൻ പറ്റത്തില്ല, ഇവിടെ നട്ട് നമ്മൾ ടൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പുറത്തും ക്യാപ്പ് ഇട്ടെങ്കിൽ മുറുകി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ തീർന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഇപ്പം അവസ്ഥ. നമ്മൾ ഫുള്ള് നമ്മുടെ ക്രാഷ് ഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രാഷ് ഗാർഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് ഈ ക്രാഷ് ഗാർഡ് തന്നത് റോൺ മങ്സ് എന്ന് എറണാകുളത്ത് ഉള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ ആ ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ക്രാഷ് ഗാർഡ്. അപ്പോൾ ആൽഫി ജെയിംസും അവരൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഈ ക്രാഷ് ഗാർഡ് തപ്പിയെടുത്ത് നമ്മുടെ ഹിമാലയനിൽ വെച്ചത്. കാരണം നമ്മൾ കുറേ എൻഡീറോ ഓഫ് റോഡൊക്കെ അടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ക്രാഷ് ഗാർഡിൻ്റെ പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അപ്പം നിങ്ങൾക്കും ഈ ക്രാഷ് ഗാർഡ് ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ക്രാഷ് ഗാർഡ് വേണമെന്നുള്ള ആൾക്കാർ ജസ്റ്റ് റോഡ് മങ്സിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ക്രാഷ് ഗാർഡ് വരുന്നത്. ഇതിനകത്ത് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് മറ്റുള്ള ക്രാഷ് ഗാർഡ് പോലെയല്ല. നേരത്തെ ഉള്ള ക്രാഷ് ഗാർഡ് എന്ന് പറയുമ്പോഴത്തേനും അത് ക്ലാമ്പ് ചെയ്തേക്കുന്നത് നമ്മുടെ ഈ എൻജിൻ ടൈറ്റ് ചെയ്തേക്കുന്ന ഒരു ക്ലാമ്പിലും പിന്നെ ഈ ചാസിയുടെ ഈ ലാസ്റ്റുള്ള ഒരു നട്ടും ബോൾട്ടുമാണ് നേരത്തെ ഉള്ള ക്രാഷ് ഗാർഡ് ശരിക്കും പറഞ്ഞാൽ ടൈറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പിടുത്തം വരുന്നത്, ഇപ്പോൾ വണ്ടി ജസ്റ്റ് മറിഞ്ഞാലും വണ്ടിക്ക് പിടുത്തം വരുന്നത് ഫുള്ള് ചാസിയിലാണ്. 1ാമത്തെ കണക്ഷൻ ഇവിടെ, 2ാമത്തെ കണക്ഷൻ ഇവിടെ, പിന്നെ 3ാമത്തെ കണക്ഷൻ. അപ്പം അകത്തിരിക്കുന്ന എഞ്ചിനിൽ യാതൊരു ടൈറ്റും യാതൊരു ഡിസ്റ്റർബൻസും വരുന്നില്ല. അങ്ങനെ ഫുൾ പ്രൊട്ടക്ഷനാണ് ഈ ക്രാഷ് ഗാർഡ്. ഈ ക്രാഷ് ഗാർഡിന് പറയുന്നത് എൻഡ്യൂറോ ക്രാഷ് ഗാർഡ് എന്ന ഒരു പേരാണ് ഈ ക്രാഷ് ഗാർഡിനുള്ളത്. നമുക്കിനി കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റൈഡും കാര്യങ്ങളൊക്കെ പോയിട്ട് ഈ ക്രാഷ് ഗാർഡിൻ്റെ ഗുണങ്ങളും ബാക്കിയുള്ള ഡിഫോൾട്ട്സും കാര്യങ്ങളൊക്കെ അപ്പോൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.